പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ, ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തികത്തിലെ കടങ്ങൾ, ചിലയിടത്ത് കൊണ്ട് പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിന്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തിൽ ദൈവവേദന നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ ഞെട്ടിച്ച് കളയും ബൈബിളിൽ. അത് മലയാളത്തിനേക്കാളുപരി സാധാരണഗതിയിൽ മലയാളം ട്രാൻസ്ലേഷനൊക്കെ വരുന്നൊരു വിഷയം മലയാളത്തിന് ഒരു ജീവിതത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ കൊളോണിയൽ ചിന്തകൾക്ക് നമ്മൾക്ക് നല്ല അടിമത്തമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതായത് നമ്മുടെ കോളനി യജമാനന്മാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന അത് ബൈബിളിൻ്റെ തർജ്ജിമകളിലും അതൊക്കെ വരും, അറിയാതെ വരും. എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന തർജ്ജിമകളുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന തർജ്ജിമകളുണ്ട്. നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതർ പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, കൃപാസനം വചന വിശകലനം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അറിയണം എന്താണ്, അത് ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നതാണ്. ജീവിതത്തിൽ പൊരുതുന്ന മനുഷ്യൻ മുറിവുകൾ വകവെക്കായി യുദ്ധം ചെയ്യാൻ വേണ്ടി അവന് ആവേശവും ഇന്ധനവും യുദ്ധസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഗോലിയാത്തിനെ കൊല്ലണതിന് മുമ്പേ ദൈവം ഗോലിയാത്തിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആരെയാണ് ഏൽപ്പിച്ചത്? യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോയവനാണ്. ഞാൻ പലപ്പോഴും ഞാൻ എന്താ സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വധിക്കണം, നീ ദാവീദാണ്, നിൻ്റെ പണി യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോവുകയാണ്. കാര്യം യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് അപ്പവും കൊണ്ടുപോകും. അവനെയാണ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. ഞാനിത് പറയണത് എന്താ അറിയോ, ഞാനെപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈബിൾ നോക്കത്തുള്ളൂ. കാര്യം എൻ്റെ മിഷൻ അതാണ്. ഓരോരുത്തർക്കും ഓരോ മിഷനല്ലേ. ഉദാഹരണത്തിന് ഈ എഫേസ്യൻസ് വായിച്ച്, എഫേസ്യൻസ് 4:29 വായിച്ച്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അവരുടെ കേൾവിക്കാരുടെ ഉന്നതിക്കുതകുന്ന വിധമായിരിക്കണം കർത്താവിൻ്റെ വചനവും. അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ വിശ്വാസം കൈമാറണതും കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതുമെല്ലാം അതെന്താണ്. പക്ഷെ അത് ഇംഗ്ലീഷ് തർജ്ജിമ എന്താ വെച്ചാൽ ഭയങ്കര രസമാണ്. അതായത് യൂസ് ഹെൽപ്ഫുൾ വേർഡ്സ് എന്തിനു വേണ്ടി? ടു ബിൽഡിങ് അതേഴ്സ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് എന്നാണ്. ഉന്നതി എന്നല്ല കിടക്കുന്നത്, ജനങ്ങളുടെ ആവശ്യങ്ങളെ നോക്കിയിട്ട് കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇരിക്കണം നമ്മൾ പത്രം കൊണ്ട് പോകുമ്പോഴും, അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ആവശ്യം വിവേചിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനോ ഉടമ്പടിയുടെ ഉപദേശങ്ങൾ നൽകുവാനും. കാര്യം ഇപ്പോൾ ഒത്തിരി പേര് ഉടമ്പടി ഒരു പുതിയ സബ്ജക്റ്റ് ആയത് കാരണം ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അതുതന്നെയാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ആൾക്കാരിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ കാര്യം അങ്ങനെ ചെയ്യുന്ന ആയിരങ്ങളുണ്ട് ശരിക്കും സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഓർത്തേക്കുന്ന ഇതാണ്, മറ്റുള്ളവരുടെ നീഡ്സ്. കർത്താവിൻ്റെ വചനത്തിലില്ലേ, ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതായത് 2 കൊരിന്തോസ് 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രേക്ഷിതരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഉടമ്പടിയെ നിങ്ങളുടെ അതാത് ദിവസത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മാത്രമല്ലാതെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, മറ്റുള്ളവരുടെ ട്രബിൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയോ നമുക്ക് കൊണ്ടുപോകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തുകൊണ്ട് അവരെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. എന്തിന്? ദൈവനാമത്തിൽ. അപ്പോൾ നമ്മൾ ദൈവനാമത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഉപദേശം പോലും ഫലിപ്പിക്കുന്നത് ആരാ? ദൈവമാണ്. അയ്യോ ഞാനെന്ത് പറയാനാണെന്നല്ല, എന്നിലൂടെ കർത്താവ് എന്ത് പറയും. അപ്പം നമ്മൾ പറയണത് നീ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് അവർക്കത് പ്രയോജനമായിട്ട് മാറും. ഇതിനകത്ത് എന്താ കാര്യത്തിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഒരാളോട് സംസാരിച്ച് അയാൾക്ക് ആശ്വാസം ഉണ്ടാകണം അല്ല വിഷയം. നമ്മളോട് സംസാരിച്ച് തീരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് വലിയ കഴമ്പോ കാമ്പോ ഇല്ലെങ്കിൽ പോലും അവർക്കൊരു ആന്തരിക ശക്തി ലഭിക്കും. അതാര് കൊടുക്കുന്നതാണ്? ദൈവം കൊടുക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞാൻ എന്തെന്നാണ് മുടക്കിയത്, എൻ്റെ പേരിൽ എന്താണ് അമ്മ തെറ്റ്, എനിക്ക് മനസ്സിലാകണില്ല. എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റി ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും നിന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ, എന്തിനു വേണ്ടിയായിരുന്നു എനിക്കിത്, എനിക്കൊന്ന് മാറ്റി തന്നെയെന്ന് പ്രാർത്ഥിച്ച്. പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞേ, എൻ്റെ കൂടെ ഒന്ന് വരുമോ അമ്മ, എൻ്റെ മോളുടെ കൂടെ പ്രസവത്തിന് വന്നത്, എൻ്റെ കൂടെ ഒന്ന് വരുമോ, സഞ്ചാരി മാതാവേല എൻ്റെ കൂടെ ഒന്ന് വരുമോ, എനിക്കൊന്ന് കുറച്ച് തരുമോ ഈ പ്രഷർ. പെട്ടെന്ന് ഞാൻ അവരോട് പറയണം, എൻ്റെ ഇടത്ത് കയ്യിലൊന്ന് നോക്കാവോ എന്ന്. അപ്പോൾ എൻ്റെ ഇടത്ത് കയ്യിൽ പ്രഷർ നോക്കുമ്പോൾ എനിക്ക് 120, 160. അപ്പം എൻ്റെ ഇടത് കയ്യിൽ നോക്കാവോ എന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് നിൽക്കുകയാണ്. ആ സമയം അവരാ നോക്കണം മിഷിൻ്റെ മുമ്പിൽ കൂടെ ഒരു 5-6 പ്രാവശ്യം ഇതേ ഗ്രേ കളറിട്ട മാതാവ് ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം നടന്നു. അപ്പം തന്നെ എനിക്ക് സമാധാനമായിരുന്നു. കാരണം അപ്പം എനിക്കറിയായിരുന്നു എൻ്റെ പ്രഷർ എങ്ങനെയെങ്കിലും കുറഞ്ഞാണെന്ന്. നോക്കുമ്പോൾ കറക്റ്റ് 120, 60. എന്നിട്ട് രാത്രി ആയപ്പോൾ ഒരു 2 മണിയായപ്പോൾ ആംബുലൻസ് വന്ന് എന്നെ കൊണ്ടുപോകെ. അപ്പോൾ എൻ്റെ മരുമോന് ഭയങ്കര വിഷമം. അയ്യോ മമ്മിക്ക് വലിയ ഭാഷയും അത്ര കൃത്യമായിട്ട് അവർ ഭയങ്കര സ്പീഡിലല്ലേ പറയുള്ളൂ. അപ്പോൾ മമ്മി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല, മോൻ പേടിക്കണ്ട. ഞാൻ ചാടി കയറി ആംബുലൻസിലിരുന്ന് അവരവിടെ കൊണ്ടു ചെന്നപ്പോൾ എന്താ ഒരു കൊച്ചു കേരളം, എല്ലാം മലയാളി നഴ്സുമാർ. ഞാൻ ചെല്ലണത് നോക്കിയിരിക്കുകയാണ് കേരള എന്ന് പറഞ്ഞിട്ടല്ല. എന്നിട്ട് ഉടനെ ECG നോക്കുമ്പോൾ എനിക്ക് ECG നോർമൽ. അപ്പോൾ ആ നേഴ്സുമാരെ എന്നൊക്കെ കൃപാസനത്തിലൊക്കെ ആശ്രമം കിടക്കുകയാണ്. എല്ലാ നേഴ്സുമാരുടെ കഴുത്തിലും കൃപാസനത്തിലൊക്കെ ആശ്രമം. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, അമ്മച്ചി കൃപാസനത്തിൽ പോകുമല്ലേ? എന്നിട്ട് അവർ ECG നോക്കുമ്പോൾ എനിക്ക് നോർമൽ. രാവിലെ 6 മണിക്ക് ഡോക്ടർ വന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് എല്ലാം നോർമലാണ്, പ്രഷർ കുറയണ വരെ ആംബുലോഡിപ്പം 2 കഴിക്ക്, നോർമലാണെന്ന് കരുതി നിങ്ങൾ
കഴിക്കാണ്ടിരിക്കണ്ട, കുറഞ്ഞ് കഴിയുമ്പോൾ ഒരു 5 mg കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പം ഞാൻ ഈ അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പോകുന്നു അവിടെ നിങ്ങട്. കഴിഞ്ഞ കൊല്ലം ഞാൻ 22 അഖണ്ഡ ജപമാല കൂടിയപ്പോഴാണ് 10 വർഷമായിട്ട് വിൽക്കാണ്ട് കിടന്ന് എൻ്റെ ഒരു വീട് വിറ്റത്. എനിക്ക് അതുകൊണ്ട് അഖണ്ഡ ജപമാല ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. എന്നിട്ട് ഈ കൊല്ലം ഞാൻ അതിനുവേണ്ടി ഓടി വന്നേ 18-ാം തീയതി വന്നു ഒക്ടോബർ. പക്ഷെ ഞാൻ വന്നപ്പോഴും എനിക്ക് എൻ്റെ ഒരു നാത്തൂൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങള, ഞാനുമായിട്ട് ഭയങ്കര ഒരു സ്നേഹബന്ധമായിരുന്നു. പുള്ളിക്കാരി ഒന്ന് വീണ് അങ്ങനെ എന്നെ മരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റി. ആ നാത്തൂനെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നെ മാതാവ് വേഗം എത്തിച്ചത്. പിന്നെ എൻ്റെ മക്കൾ വന്നു. ഡിസംബർ 30-ാം തീയതി മാമോദീസ നടത്തി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ 2 മക്കളുടെ മക്കളെയും, മൂത്തവനെയും മഞ്ഞപ്പിത്തമുള്ള കുഞ്ഞ് നല്ല മിടുക്കൻ കുഞ്ഞായിട്ടിരിക്കണം. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിർത്തി അമ്മനെ കാണിച്ചു. അമ്മ തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അപ്പം അവനൊരു കുഴപ്പമുണ്ടായിരുന്നു വെച്ചാൽ മഞ്ഞപ്പിത്തമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എടുത്തുകൊണ്ട് നടന്ന് ഉറക്കുമായിരുന്നു അവനാ. പാല് കൊടുക്കാണ്ട് എന്നെ നടത്തി ഉറക്കിയതുകൊണ്ട് ഉറക്കത്തിൻ്റെ നേരത്തെ അവൻ ഭയങ്കര അലറലും കരച്ചിലുമായിരുന്നു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചായിരുന്നു, ഇവന് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇവൻ ഇങ്ങനെ കരഞ്ഞ് എന്ത് ചെയ്യുന്നു? അത് ഞാൻ അമ്മേനോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും എല്ലാം മാതാവ് കൈവെള്ളയിൽ വെച്ച് കാത്ത പോലെ കുഞ്ഞുങ്ങളെയും കാത്ത് ഒരു പ്രശ്നമില്ലാണ്ട് വന്നു പോയി. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 6 വയസ്സാകണേക്കുമ്പോൾ എനിക്ക് എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു. 16 വയസ്സിൽ എൻ്റെ അമ്മ. അങ്ങനെ അന്ന് 16 വയസ്സിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചതാണ്. ഇന്ന് വരെ എന്നെ വഴി നടത്തിയാണ് എല്ലാ കാര്യങ്ങൾക്കും. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ആദ്യമേ തന്നെ ഞാൻ ഈ അൾത്താരയിൽ ഒന്നുകൂടി കയറി നിന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞതിൽ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ നവംബർ 2022 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ 2023 1-ാം മാസം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി, മാതാവേ എനിക്ക് അടുത്ത വർഷവും ഇതുപോലെ തന്നെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തരണമേ എന്ന്. അതുപോലെ തന്നെ ഈ വർഷം എനിക്ക് 1-ാം മാസം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം. എൻ്റെ സാക്ഷ്യം, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ വാക്സിൻ എടുക്കുന്നു പല രോഗങ്ങൾക്കും വേണ്ടിയിട്ട്. പക്ഷേ ആ എടുക്കുന്ന വാക്സിൻ ആ രോഗത്തിന് മാത്രമേ പ്രതിരോധ ശക്തി കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾ എടുക്കുന്ന ഈ ഉടമ്പടി ഒരു രോഗത്തിന് വേണ്ടി മാത്രം, ശരിക്കും ഒരു വാക്സിനാണ്. അമ്മയോട് എടുക്കുന്ന ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വാക്സിനായിട്ട് തന്നെ പറയാം. അതായത് നമുക്ക് നമ്മുടെ രോഗത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു വലിയ വാക്സിനാണ് അമ്മയുടെ ഉടമ്പടി. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ സാക്ഷ്യമായിട്ട് ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഞാനും ഹസ്ബൻഡും മകളുമായിട്ട് ഒരു യാത്ര പോകുമായിരുന്നു തിരുവനന്തപുരത്തേക്ക്. പോകുന്ന വഴിയിൽ ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് സിഗ്നലിട്ട് തിരിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഒരു ചേട്ടൻ വളരെ സ്പീഡിൽ വന്നിട്ട് റോങ്ങായിട്ട് റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കി. തിരിഞ്ഞിറങ്ങിയതും ഈ ബൈക്ക് വന്ന് ശക്തമായിട്ട് ഞങ്ങളുടെ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഭാഗത്ത് ഇടിച്ച് അതിഭയങ്കരമായ ശബ്ദത്തോടു കൂടി ആ ചേട്ടൻ തെറിച്ച് ഞങ്ങളുടെ കാറിൻ്റെ മുകളിലൂടെ ലെഫ്റ്റ് സൈഡിൽ മെയിൻ റോഡാണ്, വണ്ടിയൊക്കെ ധാരാളം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം തെറിച്ച് റോഡിലേക്ക് വീണു. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ തലയിലെ ഹെൽമറ്റ് തെറിച്ച് ദൂരെ പോയി. ചേട്ടൻ അനങ്ങാണ്ട് കിടക്കുകയാണ്. ഞാൻ ആ സമയം ഞങ്ങൾ എവിടെ യാത്ര പോയാലും ഞങ്ങൾ അമ്മയുടെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഓടിക്കൂടി, എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ ചേട്ടൻ മരിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആൾക്കാരിങ്ങനെ നിൽക്കുന്നത്. അത്രയും ശക്തമായിട്ടായിരുന്നു ആ ചേട്ടൻ തെറിച്ച് വീണത്. അപ്പോൾ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുമ്പോൾ ഞാൻ ഉറക്കെ നിലവിളിച്ചു, മാതാവേ അമ്മേ ആ ചേട്ടന് ഒന്നും പറ്റാണ്ട് കാത്തു സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ നിലവിളിച്ചു. അപ്പോഴത്തേനും ആൾക്കാരെല്ലാം പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. ഉടനെ എന്നെ പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, കുഴപ്പമില്ല, ആ വണ്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുള്ളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കൊണ്ടുപോയിക്കോളുന്ന അങ്ങനെ ഒരു റിപ്ലൈ ആണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് കിട്ടിയത്.
ഞങ്ങൾ ആകെ നിലവിളിച്ചു. ചേട്ടൻ മരിച്ചോ എന്നുള്ളൊരു സംശയത്തിൽ എല്ലാവരും ഇങ്ങനെ വന്ന് പുള്ളിനെ പിടിക്കാനും 1 മിനിറ്റ് ആ ചേട്ടൻ ഒന്നും അറിയാത്ത പോലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ എണീറ്റിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയമായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ശക്തമായ ഒച്ചത്തോടു കൂടിയാണ് ആ ചേട്ടൻ തെറിച്ച് വീണത്. ആ വീഴ്ചയിൽ എന്തെങ്കിലും എന്നല്ല, മരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്.